ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ബോൺസൈസ് ആണ്. എൻ്റെ വീട്ടിൽ കുറച്ച് ബോൺസായി മരങ്ങളുണ്ട്, നിങ്ങൾ ബാക്കിൽ നിന്ന് കാണാം. അപ്പോൾ കുറച്ച് ബോൺസായി മരങ്ങളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നും ചിലത് 5 കൊല്ലം, ചിലത് 10 കൊല്ലം, ചിലത് 15 കൊല്ലം, അങ്ങനെ പല ടൈപ്പ് പ്രായത്തിലുള്ള ബോൺസൈസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കത് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം, എന്നിട്ട് അതിന് എത്രയാണ് പ്രായം എന്ന് കാണിച്ചു. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബോൺസായാണ്. ഇതിൻ്റെ പേരാണ് പ്രിംന. ഏകദേശം ഒരു 3-4 കൊല്ലമായി ഇതിൻ്റെ പ്രായം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇല കണ്ടില്ലേ, ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യും തോറും ഇതിൻ്റെ ഇല ചെറുതായി വരും. ബോൺസായി മരങ്ങൾക്ക് ചെറിയ ഇലയാണ് നന്നായി ഉണ്ടാവുക. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകത അതാണ്. ഇതിൻ്റെ പേരാണ് പ്രിംന. അടുത്തത് ഇതിൻ്റെ പേര് മാൽപീജിയ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. ഇതിന് മാൽപീജിയ പറഞ്ഞ ഒരു 10-20 വെറൈറ്റീസ് മാൽപീജിയ ഉണ്ട്. അതിൽ ഒരു വെറൈറ്റി മാൽപീജിയാണിത്. ഇതിലൊരു കായ ഉണ്ടാവും. കായ ഉണ്ടായി കഴിഞ്ഞാൽ പഴുത്ത് കഴിഞ്ഞാൽ നല്ല രസമാണ്, ചുവപ്പ് കളറായിരിക്കും. ഇത് ഏകദേശം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊരു 8 കൊല്ലമായി. ഈ മരം ചെറിയ തൈ കിട്ടിയതാണ്. അത് കമ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ വളച്ച് പോലെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. അടുത്തത് ഈ മരമാണ്. ഇതിൻ്റെ പേരാണ് സെരിസ എന്നാ പറയുക, സെരിസ. ഇതിൻ്റെ പ്രത്യേകമായ ചെറിയ ഇലയായിരിക്കും, പിന്നെ നല്ല വൈറ്റ് പൂക്കളുണ്ടാകും. കണ്ടില്ലേ, നല്ല രസമാണ് കാണാൻ. അല്ല, ഇത് ഏകദേശം 1 ഇയർ കഴിഞ്ഞിട്ടുള്ളൂ, 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് ശരിക്കും ബോൺസായി ആവാനുണ്ട്. ശരിക്കും ഒരു ബോൺസായി ഒരു 5 കൊല്ലം ആയാലാണ് അതിന് ശരിക്കും ബോൺസായി എന്ന് പറയുള്ളൂ. ആ ഒരു മരത്തിൻ്റെ ഷേപ്പും ഒക്കെ വരണമെങ്കിൽ ഒരു 5 കൊല്ലെങ്കിലും ആവണം. അടുത്തത് ഏകദേശം ഒരു 10-15 കൊല്ലമായ മരങ്ങളൊക്കെ കാണാം. ഞാനൊരു 8ൽ പഠിക്കുമ്പോൾ വെച്ച മരങ്ങളാണ്. ഇത് ഉങ്ങ് മരം കണ്ടില്ലേ, ഏകദേശം 10-15 കൊല്ലമായി ഇതിൻ്റെ പ്രായം. അടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇത്തിമരം. കണ്ടില്ലേ, നല്ല അടിപൊളി ബോൺസായ മരമാണ്. നല്ല വേരൊക്കെ ഇറങ്ങി. കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ വേരൊക്കെ കണ്ടില്ലേ. ഏകദേശം 10-15 കൊല്ലമായ മരമാണ്. ഇതാ അതിൻ്റെ വള്ളിയൊക്കെ ഇറങ്ങാൻ തുടങ്ങി കൊമ്പൊന്ന്. ഇതാ അടുത്ത് ഇത് വന്നിട്ട് നമ്മുടെ പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, മിറാക്കിൾ ഫ്രൂട്ട്. ഒരു പൂവായിട്ടുണ്ട്, കായായിട്ടില്ല. ഈ പഴം അതാ കായുണ്ട് കേട്ടോ. ഇതാ ഒരു കായുണ്ട്, പഴുത്തിട്ടില്ല. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കഴിച്ചിട്ട് എന്ത് പുളിയുള്ള ഫ്രൂട്ട്സ് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. അതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ഇപ്പൊ സത്യം പറഞ്ഞ കായുണ്ട് നീ എപ്പോഴാട്ടോ കണ്ടത്? ആദ്യം കാവണതൊക്കെ ആൾക്കാർ തിന്ന് ബോധിച്ചു. ഈ പറയുന്ന ആൾക്കാരൊക്കെ തിന്ന് ബോധിച്ചു എന്നല്ല, അന്ന് എന്താ പറയുക, ഒരു ആകെ 2 കായുള്ളൂ. അടുത്തത് ഈ ബോൺസായി. ഇതിന്റെ പേരാണ് ഡെസ്മോഡിയം. ഇതിലൊരു പേരാണ് ഡെസ്മോഡിയം. ഇതിൽ നല്ല വൈലറ്റ് കളറുള്ള ഫ്ലവർ ചെയ്യും. ലാവൻഡർ കളറുള്ള ഫ്ലവർ ചെയ്യും. ഇതിങ്ങനെ ഒന്നല്ല കേട്ടോ, നിറച്ച് ഫ്ലവർ ആയിരിക്കും. ഇത് ബോൺസായി ആക്കാൻ പറ്റിയ മരമാണ്. ഇത് ഏകദേശം ഒരു 3-4 കൊല്ലമായി പ്രായം ഉണ്ടാവും ഈ മരത്തിന്. അടുത്തത് ഈ മരമാണ്. ഈ മരം ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ കണ്ട ഇത് വ്യത്യാസം ഉണ്ടാവും. ഇത് ഏകദേശം ഒരു 3-4 കൊല്ലമായി. ഇതിൻ്റെ പേരാണ് ബെഗേഴ്സ് ബൗൾ എന്നാണ് പറയുക. ഇതിലൊരു കായ ഉണ്ടാവും. ഈ കായാണ് പണ്ട് ഭിക്ഷാടനത്തിന് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും നല്ല കട്ടിയുള്ള കായാണ്. താഴെ വെച്ച് കഴിഞ്ഞാൽ മരം ഈ വലിപ്പം ഉണ്ടാവും കായ. അപ്പം ഇത് ബോൺസായി ആക്കാൻ ബെസ്റ്റ് പ്ലാന്റ് ആണ്. അടിപൊളിയായിട്ട് ബോൺസായി ആവും. ഇതിൻ്റെ പേരാണ് ബെഗേഴ്സ് ബൗൾ. അടുത്തത് ഇതാണ്
നമ്മുടെ ഈ മരമുല്ല എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മിനിയേച്ചറാണ്. ബ്രീഡ് ചെയ്ത് മിനിയേച്ചർ ചെയ്തതാണ്. അപ്പം ഇതിന് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും, നല്ല സ്മെല്ലായിരിക്കും. ഇതിൻ്റെ ഇല ഈ വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനെ കണ്ട കമ്പിയൊക്കെ വെച്ച് കെട്ടി, ഇങ്ങനെയാണ് നമ്മൾ ബോൺസായി അതിൻ്റെ ശാഖകൾ ക്രിയേറ്റ് ചെയ്യുക. കണ്ട കമ്പിയൊക്കെ വെച്ച് കെട്ടി. ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിരിക്കുക. കഴിഞ്ഞാൽ ഇതിൻ്റെ റീപോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. റീപോർട്ട് ചെയ്യാനൊക്കെ നമുക്കൊരു വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇവിടെയുള്ള ബോൺസായൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത ബോൺസായി ഇത് അത്തിയാണ്. ഇത് വെച്ച് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞാൻ റോഡ് സൈഡിൽ നിന്ന് ഒരു ചെടി കണ്ടപ്പോൾ എടുത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ കൊമ്പുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് ഇത് ഫൈക്കസ് ഇനത്തിൽപ്പെട്ടൊരു ചെടിയാണ്. ഫൈക്കസ് ഇനത്തിന് 10-30 വെറൈറ്റീസ് ഉണ്ട്. അതിലൊരു വെറൈറ്റിയാണ് ഇത്. 2 കൊല്ലമായി. കുറച്ചും കൂടി കൊമ്പുകളൊക്കെ വരാനുണ്ട്. ശരിക്കും ബോൺസായി ആയിട്ടില്ല. അടുത്ത ചെടിയാണിത്. ഇത് ഏകദേശം 5 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ പേരാണ് ചൈനീസ് എമ്മ്. ഇത് നമ്മുടെ ഇവിടെ കിട്ടില്ല. ഈ ചെടി ഇമ്പോർട്ടറാണ്. ചൈനീസ് എം എന്നാണ് പറയുന്നത്. ബോൺസായി ആക്കാൻ ബെസ്റ്റ് ചെടിയാണ്. അതായത് ഈ ചെടിയിലാണ് മാക്സിമം ഏകദേശം ആൾക്കാർ ബോൺസായി ആക്കണത് ചൈനീസ് എമ്മിലാണ്. എന്നാലും നല്ലൊരു ഭംഗി ഉണ്ടാവും. എന്താ അതിൻ്റെ ലീഫൊക്കെ നല്ല എന്താ ചെറിയ ലീഫാണ്. കണ്ടില്ലേ? ഇതാ കമ്പി ഉണ്ടോ? അങ്ങനെയാണ് നമ്മൾ കമ്പി വെച്ചിട്ട് ഇത് ഇങ്ങനെ മുളച്ചുകൊണ്ട് ഈ ഷേപ്പിൽ. ഇത് ചെറിയൊരു തയ്യാണ്, നമ്മൾ ഈ ഷേപ്പിലാക്കി എടുത്തതാണ്. അടുത്തത് ഇത് ഫൈക്കസിനെത്തിപ്പെട്ട ചെടിയാണ്. ഇതാ കണ്ട, ഇതൊക്കെ ബോൺസായി ആക്കാൻ വെച്ചിരിക്കുന്ന ചെടിയാണ്. ഇത് പിന്നെ നമുക്കറിയില്ല, കൃഷ്ണാല്. ഇതാ ഇത് താഴെ കാണിച്ചത് കണ്ട, അതിൻ്റെ വണ്ണം കണ്ടില്ലേ? ഏകദേശം 10-15 കൊല്ലമായ മരമാണ് കൃഷ്ണാല്. ഇതും കൃഷ്ണാലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ റോക്കിൽ, അതായത് കല്ലിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ബോൺസായി. റോക്ക് സ്റ്റൈൽ എന്ന് പറയും. അങ്ങനെ ചെയ്തിരിക്കുന്ന ബോൺസാണ്. ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. മുള വരുന്നുള്ളൂ. ഇതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ മുള വന്നതാ കണ്ട, ഇവിടെ ഒക്കെ മുള വന്നുകൊണ്ടിരിക്കുക. മുള വന്ന് കണ്ടാൽ നല്ല അടിപൊളി ഭംഗി ഉണ്ടാവും. കണ്ട ഈ സൈഡ് കാണിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് കണ്ട, കല്ലിനെ പിടിപ്പിച്ചിരിക്കുകയാണ്. 10-15 കൊല്ലമായ മരം കേട്ടോ. ഇത് പിന്നെ നമ്മളവിടെ ഫ്രണ്ടിൽ കണ്ട പ്രമ്ന, അത് കൊമ്പ് വെച്ച് പിടിപ്പിച്ചാണ് തൈ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏകദേശം ഒരു 10-15 കൊല്ലം കഴിഞ്ഞ മരമാണ്. ഇതാ പേരാരി. കണ്ട വള്ളിയൊക്കെ ഇങ്ങനെ കണ്ട, വള്ളിയൊക്കെ ഏകദേശം 10-15 കൊല്ലമായ മരമാണ്. ഇതിൻ്റെ വേര് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് മുറിച്ച് വിട്ടിരിക്കുകയാണ്. മുറിച്ച് വിട്ട് ഇനിയിപ്പോൾ അടുത്ത് റീപോർട്ട് ചെയ്യാനായി. വളക്കെട്ട് റീപോർട്ട് ചെയ്യണം. അങ്ങനെ കാണിക്കും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാവാണ്. കണ്ട, മാവ് ബോൺസായി. ഇത് ഏകദേശം ഒരു 10-15 കൊല്ലമായ മരമാണ്. അതിൽ ഇതാ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? സ്റ്റാർ ഫ്രൂട്ടാട്ടോ. ഇതാ മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ഓറഞ്ച് എന്നാണ് പറയുക. ഇസ്രയേൽ ഓറഞ്ച് ഇതാ കണ്ട, ഈ സൈസേ വരുള്ളൂ. ഇത് നമുക്ക് തോലോട് കൂടി കഴിക്കാൻ പറ്റും. ഈ ജാം ഉണ്ടാക്കാൻ അതിനൊക്കെ യൂസ് ചെയ്യും. ഇസ്രയേൽ ഓറഞ്ച് ഇതൊക്കെ ഉണ്ട്. ഇത് ഈ ബോൺസായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാപ്പനീസ് ചെറിയാണ്. അതിൻ്റെ ബോൺസായാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതാണ് കാണിക്കണം. ഇത് റീപോർട്ട് ചെയ്യണ കാണിക്കണം കേട്ടോ. ഇതിന് എന്തൊക്കെ മണ്ണാണ് യൂസ് ചെയ്യുക, എന്തൊക്കെ വളമാണ് ഇടുക, ഇതെങ്ങനെയാണ് കമ്പി കെട്ടി ശാഖകളാക്കുക, അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. ഇത് പിന്നെ ഓറഞ്ച് മരമായിരുന്നു. ഇതെന്താണെന്നറിയില്ല, പെട്ടെന്ന് ഉണങ്ങിപ്പോയി. കുറച്ച് ഏകദേശം ഒരു 10-20 കൊല്ലമായ മരമാണ്.
ഇതിൽ നിറച്ചും കായ ഉണ്ടാവണ മരം. എന്തായിന്നറിയില്ല, കായുണ്ട് പക്ഷെ വാടിയിട്ടുണ്ട്. എന്തായിന്നറിയില്ല, ഫുള്ള് ഉണങ്ങി. സങ്കടകരമായ കാഴ്ചയാണ്. എന്തൊരുമാതിരി ന്യൂസിലൊക്കെ പറയണ പോലെ. ഇത് വെള്ളഞ്ഞാവലാണ്. ഇത് ബോൺസായി ആക്കാൻ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരു 1-2 കൊല്ലമായി തൈ വെച്ചതാ. ആയി വരാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ബോൺസായി, നമ്മുടെ വീട്ടിലുള്ള ബോൺസൈസ് മരങ്ങളൊക്കെ കാണിക്കണം എന്നായിരുന്നു. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇതെങ്ങനെ റീപോർട്ട് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ഇതിന് എന്തൊക്കെ മണ്ണ് യൂസ് ചെയ്യുക, കേബിൾ ചെയ്യണമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.